നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ വെക്കുന്ന ബീട്രൂട്ട് കറിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ്. ആദ്യം ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനായ ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം ഗൈസ്. കടുക് ഒരു കുറച്ച് മതി, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കയ്പാവും. കടുക് നന്നായിട്ട് പൊട്ടിയില്ലെങ്കിൽ അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചത് ബീട്രൂട്ട്, സബോള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ശകലം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്, മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഇട്ട് ഇളക്കി മിക്സാക്കി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് കറി റെഡിയായി. പിന്നെ മെയിനായിട്ട് തേങ്ങ ചേർക്കണം. എനിക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തത് ഞാനിൻ്റെ അത് തേങ്ങ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് കേട്ടോ ഗൈസ്. അപ്പം കടുക് പൊട്ടി തീരാറായപ്പോഴത്തേക്ക് നമ്മൾ ഈ ഇട്ടുകറിക്കകത്ത് മെയിനായിട്ട് ചേർക്കുന്ന ഉപ്പാണ് ഗൈസ്. എല്ലാ കറിയിലും ചേർക്കണം, മറന്നുപോയില്ല. നമ്മൾ ഇട്ട് നന്നായിട്ട് സൈഡിലേക്കായിട്ട് ഇട്ട് ചെറിയ ചട്ടി ആയതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ വലിയ ചട്ടി എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഭയങ്കര തീയാണ് ഗൈസ്. ഉണ്ടോ? അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് ഇത് വേവിച്ചാൽ മതി ഗൈസ്. നമ്മുടെ ബീട്രൂട്ട് കറി റെഡിയാവും. നിങ്ങളൊന്നും ഇതേപോലെ ചെയ്ത് നോക്കും. തീ ഭയങ്കര കൂടുതലാണ് ഗൈസ്. ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം ഗൈസ്.